ഈ ഖത്തറയും കൊണ്ട് എങ്ങടാ പോണേന്നല്ലേ? ഇപ്രാവശ്യത്തെ താങ്ക്സ് ഗിവിങ്ങിന് ടർക്കി പരീക്ഷിക്കാന്ന് വെച്ചു. പരീക്ഷിക്കാനുള്ള ടർക്കി ഉണ്ടാക്കാനായിട്ട് കുറച്ച് റോസ്മേരി വേണം. മുറ്റത്തുള്ള റോസ്മേരി പൊട്ടിക്കാൻ പോകുന്നതാണ് ഈ കാണുന്നെ. ഞങ്ങൾ അമേരിക്കയിൽ വന്നിട്ടുള്ള ആദ്യത്തെ കൊല്ലം ടർക്കി പരീക്ഷിച്ചായിരുന്നു. പക്ഷേ ഈ ടർക്കി കോഴിയുടെ പോലെ അത്രയും ടേസ്റ്റ് ഇല്ല. അതുകൊണ്ട് പിന്നത്തെ കൊല്ലങ്ങളിലൊന്നും ടർക്കി പരീക്ഷിക്കാറില്ല. ചിക്കൻ വാങ്ങിക്കലാ പതിവ്. ഇപ്രാവശ്യം എന്തായാലും ടർക്കി ഒന്നുകൂടെ പരീക്ഷിക്കാന്ന് വെച്ചു. ഞങ്ങളെപ്പോലെ തന്നെ ഇതുപോലെ പണി കിട്ടിയ കുറേ പേരുണ്ട്. അതിലൊരു കൂട്ടര് ടർക്കി പരീക്ഷിച്ചിട്ട് അതിന്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മളൊരു വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്യുമ്പോൾ ഒരു ത്രില്ലില്ലല്ലോ. കുറച്ച് ത്രില്ല് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് കയറ്റിയിട്ടുണ്ട്. ഈ റോസ്മേരി എന്ന് പറയുന്നത് ഒരു കുറ്റിച്ചെടി കേട്ടോ. നമ്മുടെ നാട്ടില് ഏലക്ക, ഗ്രാമ്പു അങ്ങനത്തെ സുഗന്ധവ്യഞ്ജനങ്ങൾ എന്ന് പറയില്ലേ, അതിൽപ്പെട്ട ഒരു ചെടിയാണ് റോസ്മേരി. ഈ റോസ്മേരി നമ്മൾ പ്രധാനമായിട്ട് ഈ ടർക്കിയുടെ കാര്യത്തിൽ ഉപയോഗിക്കുന്നത് ബ്രൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ബ്രൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോസ്മേരിയും അതുപോലെയുള്ള കുറച്ച് സുഗന്ധവ്യഞ്ജനങ്ങളും ചേർത്ത് ഒരു വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളത്തിൽ ടർക്കി മുക്കി വെക്കും. 10 മണിക്കൂർ തൊട്ട് ഒരു ദിവസം വരെ മുക്കി വെക്കാം. ആ മുക്കി വെക്കുന്ന പ്രോസസ്സാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മിസ്സായത്. ഈ സാധനം ഇങ്ങനെ മുക്കി വെച്ചില്ലെങ്കിൽ ഇതിന്റെ ഇറച്ചി ഭയങ്കര ഹാർഡായിരിക്കും. കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ടേസ്റ്റും കിട്ടില്ല. ഇതൊക്കെ മിക്സ് ചെയ്ത് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മളെടുത്ത് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് തോന്നും. എങ്ങനെ പോയാലും ചിക്കന്റെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ, അത് ആദ്യമേ പറഞ്ഞേക്കാം. ഇത് നമ്മളിവിടെ താങ്ക്സ് ഗിവിംഗ് ആണല്ലോ, അതേപോലെ ഇവിടുത്തെ ആചാരമാണല്ലോ എന്ന് കരുതി ചെയ്യുന്നതാണ്. ഞങ്ങൾ ഈ വെളുത്തുള്ളി തൊലി പൊളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഞങ്ങൾ അമ്മയെ സഹായിക്കാന്ന്. അങ്ങനെയല്ല കേട്ടോ, നമ്മൾ 4 പേരും കൂടിയാണ് കറി വെക്കുന്നത്. ഈ പണിയെടുക്കുന്ന സമയത്ത് ടർക്കിനെ ഫ്രീസറിൽ നിന്ന് മാറ്റിയിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്യണം കേട്ടോ. ഡീഫ്രോസ്റ്റ് ചെയ്ത ടർക്കിയാണ് നമ്മൾ ഈ വെള്ളത്തിൽ മുക്കി വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ടർക്കി ബ്രൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എടുക്കാം. അപ്പോൾ അതേ ഇടത്തുനിന്ന് ഉപ്പ്, പിന്നെ ലൈമ്, ആ കാണുന്ന തണ്ട് റോസ്മേരി, പിന്നെ വെളുത്തുള്ളി, ആപ്പിള്, ഓറഞ്ച്, മുളക്, പിന്നെ പഞ്ചസാര. പിന്നെ ഒരു സാധനം മിസ്സിംഗ് ഉള്ളത് സേജ് എന്ന് പറയും. അത് നമുക്ക് കടയിൽ നിന്ന് കിട്ടിയില്ല. പിന്നെ ഒരു സാധനം ഇവിടെ മിസ്സിംഗ് ഉള്ളത് തൈമാണ്. അത് ഒറിജിനൽ വീഡിയോയിലും ഇല്ല കേട്ടോ. പണി തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു ഐഡിയ തോന്നിയിട്ടതാണ്. തൈമിന് മലയാളത്തിൽ കാശിതുമ്പ എന്നാണ് കാണുന്നത്. മുന്നേ പറഞ്ഞ വീഡിയോ എന്നുള്ള ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ആപ്പിൾ ഞങ്ങൾ ഇട്ടായിരുന്നു. പക്ഷെ ആപ്പിൾ ഇടുന്നത് അത്ര നല്ല പരിപാടിയല്ല. ആപ്പിൾ ഇടുമ്പോഴത്തേനും ആ ആപ്പിള് നമ്മൾ ഇട്ടേക്കണ ബാക്കിയുള്ള സാധനങ്ങൾ വലിച്ചെടുക്കുകയാണ്. ആപ്പിൾ ഇടാതെ ഉണ്ടാക്കുകയാണ് നല്ലത്. പിന്നെ അടുത്ത ചേഞ്ചാണ് ഈ വെളുത്തുള്ളി. അവരത് നേരെ എടുത്തിടുമായിരുന്നു, നമ്മൾ ചതച്ചിടാൻ പോവാ. പിന്നത്തെ ഘട്ടം പറയുന്നത് വെള്ളം ചൂടാക്കാണ്. ഇത് തിളപ്പിക്കാനൊന്നും പാടില്ല, ജസ്റ്റ് ചൂടാക്കുക. അതിലോട്ട് സാധനങ്ങൾ ഇടാനാണ് ആ വീഡിയോയിൽ പറഞ്ഞത്. പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലായി ഈ വെള്ളം ചൂടാക്കുന്നത് ഈ പഞ്ചസാരയും ഉപ്പൊക്കെ ഒന്ന് അലിയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് വെള്ളം എടുത്തിട്ട് അത് അലിയിച്ചിട്ട് അതിലോട്ട് ഐസ് ഇട്ട് തണുപ്പിച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനം എല്ലാം കൂടി ഇട്ട് ചൂടാക്കി പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യണം ടർക്കി മുക്കി വെക്കാൻ വേണ്ടിയിട്ട്. ടർക്കി ഒരിക്കലും ചൂടുവെള്ളത്തിൽ മുക്കി വെക്കരുത്. ചൂടുവെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ ടർക്കിയുടെ ഇറച്ചി വേവും. അങ്ങനെ പാടില്ല. ഇതിപ്പോ തലേദിവസ പരിപാടിയാണേ നമ്മൾ മുക്കി വെക്കുന്നത്. നാളെയാണ് ശരിക്കും കുക്കിംഗ് വരുന്നത്. പിന്നെ ഇതിന്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്. ഞങ്ങൾ കണ്ട വീഡിയോനകത്ത് 1 കപ്പ് ഇടാനാ പറഞ്ഞായിരുന്നേ. പക്ഷെ അവരുടെ ഇറച്ചിയുടെ അളവ് കുറവായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് 2 കപ്പാക്കി. നമ്മുടെ ഇറച്ചിയുടെ അളവ് കുറച്ച് കൂടുതലാണ്. ഇവർ ഈ സാധനങ്ങൾ കംപ്ലീറ്റ് ഇട്ടിട്ട് ഈ വെള്ളത്തിൽ മുക്കി വെച്ച് പിറ്റേ ദിവസം ടർക്കി എടുത്തിട്ട് കഴുകി കളയാണ് ഈ വെള്ളം മുഴുവനും. പിന്നെ എന്തിനാണ് ഈ സ്പൈസസ് ഒക്കെ ഇട്ട് മുക്കി വെക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ടർക്കിയുടെ ഇറച്ചീനെ ഒന്ന് മൃദുവാക്കാൻ വേണ്ടിയിട്ടുള്ള കളികളാണ്. അതിന് മിക്കവാറും ആ ലൈമും അതുപോലെ ഉപ്പും മതിയായിരിക്കും. ബാക്കിയെല്ലാം ഒരു ജാടയാണെന്നാണ് എനിക്ക് തോന്നിയത്. ഈ ചൂടാവുന്ന വെള്ളത്തിലേക്ക് ഏതാണ് ആദ്യം ഇടേണ്ടതെന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഓർഡറൊന്നുമില്ല. ഞങ്ങളിപ്പോൾ എന്തായാലും പഞ്ചസാര ഇട്ടു. കാരണം പഞ്ചസാര അലിയണല്ലോ. അങ്ങനെ പഞ്ചസാര ഇട്ട് അത് കഴിഞ്ഞിട്ട് ഇത് റോസ്മേരി കട്ട് ചെയ്തിടുന്നു. റോസ്മേരി ഇടുമ്പോഴത്തേനും റോസ്മേരിയുടെ ഇല മാത്രം ഇടണം കേട്ടോ, അതിൻ്റെ തണ്ട് വീഴരുത്. ഈ പച്ചക്കുള്ള റോസ്മേരി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഡ്രൈഡ് ആയിട്ടുള്ള റോസ്മേരി പൗഡറോ അല്ലെങ്കിൽ അതിൻ്റെ ഇല വാങ്ങിക്കാൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഓറഞ്ച്. ഞങ്ങൾ കണ്ട വീഡിയോനകത്ത് ഓറഞ്ച് അതേപടി ഇടുമായിരുന്നു തോന്നുന്നു. ഞങ്ങൾ പക്ഷേ കട്ട് ചെയ്ത് ഒന്ന് പിഴിഞ്ഞൊക്കെയാണ് ഇട്ടത്. ആ നാരങ്ങ പിഴിഞ്ഞ് കാണുമ്പോഴത്തേനും ജയ 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 ഹേ സിനിമയിലത്തെ നൂൽപുട്ടിന്റെ കുറ്റി അമർത്തുന്നതാണ് ഓർമ്മ വരുന്നത്. ഞാൻ ഈ നാരങ്ങ പിഴിയാൻ നോക്കിയിട്ട് എന്നെ കൊണ്ട് ഇതുപോലെ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ ലൈമ്. നമ്മൾ വാങ്ങിച്ചത് ലൈമാട്ടോ, ലെമൺ അല്ല. അതിന്റെ ചാറ് പിഴിഞ്ഞു, എന്നിട്ട് അത് ആ വെള്ളത്തിൽ നിന്ന് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇതേ വെളുത്തുള്ളി ചതച്ചതിട്ടു. അത് കഴിഞ്ഞിട്ട് ആപ്പിള്. ഞങ്ങൾ കണ്ട വീഡിയോയിൽ ആപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് അരിയുന്നൊന്നും ഉണ്ടായിരുന്നില്ല, നേരെ ഇടുമായിരുന്നു. ഞങ്ങൾ എന്തായാലും അരിഞ്ഞിട്ടു. ഞങ്ങൾ കണ്ട വീഡിയോയിൽ കുറച്ച് ഇറച്ചി ഉണ്ടായിരുന്നുള്ളൂ, അതിൽ അവർ ഫുൾ ആപ്പിൾ ഇട്ടായിരുന്നു. ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അവരെ ഡബിൾ ഇറച്ചിയുണ്ട്, എന്തോരം വേണമെന്ന്. പിന്നെ നമ്മളിങ്ങനെ അരിഞ്ഞിരുന്നതുകൊണ്ട് അതിൻ്റെ സത്ത് വേഗം ഇറങ്ങി കുറച്ച് മതിയാവുമെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ കറി വയ്ക്കുമ്പോൾ ഇളക്കുമല്ലോ, അതിൻ്റെ ഒരു ഓർമ്മയിലാണ് നമ്മൾ ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടിരിക്കണേ. അത് കഴിഞ്ഞിട്ട് ഇതേ ഉപ്പ്. ഉപ്പും ഈ പറഞ്ഞ പോലെ അളവിൽ കുറച്ച് സംശയം ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഒരു കപ്പിൻ്റെ അടുത്തിട്ടു. പിന്നെ ഇനി കണക്ക് പ്രകാരം ഇടാനുള്ളത് മിളകാണ്. ഈ മിളക് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ ഇന്ത്യൻസ് മാത്രമാണ് ഈ ടർക്കിയിൽ മിളകിടുള്ളൂ. അപ്പോൾ ഇത് വിജയിച്ചാൽ തന്നെ ഇതൊരു ഇന്ത്യൻ ടച്ചുള്ള ടർക്കി ആയിരിക്കും. അങ്ങനെ മിളക് ഇട്ട് ഒന്ന് ഇളക്കിയപ്പോൾ തന്നെ ഈ വെള്ളത്തിൻ്റെ കളർ ചുവപ്പായി.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞല്ലോ ഈ ലിസ്റ്റിൽ ഉള്ളത് കൂടാതെ നമ്മൾ തൈം ആഡ് ചെയ്തു എന്ന്. അപ്പം അതിൻ്റെ സമയമായി നമ്മളിത് തൈം ആഡ് ചെയ്തു. ഉണക്കി പൊടിച്ച തൈമായിട്ട് ആഡ് ചെയ്യണേ. അങ്ങനെ ഒരു അഡീഷൻ ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് എന്തുകൊണ്ട് ഈ അനീസ് എന്ന് പറഞ്ഞൊരു സ്റ്റാർ പോലത്തെ സാധനമല്ലേ അത് ചേർത്തുവിടാൻ തോന്നിയത്. അങ്ങനെ അതും ചേർത്തു. അത് കഴിഞ്ഞപ്പോൾ തോന്നി ഇതൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേനും ബേ ലീവ്സിന് വിഷമം വരുമല്ലോ. അങ്ങനെ കുറച്ച് ബേ ലീവ്സ് ആഡ് ചെയ്തു. അങ്ങനെ അവർ ഒറിജിനൽ വീഡിയോയിൽ പറയാത്ത കുറച്ച് സാധനങ്ങളൂടെ നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ ഇനി ആ കലക്കി വെച്ചേക്കണ വെള്ളം ചൂടാറണം. അതിനു മുന്നേ നമുക്ക് ടർക്കിയുടെ പണി തുടങ്ങാം. ഇതാണ് നമ്മൾ മേടിച്ച ടർക്കി. ഇത് 11-12 LB ഉണ്ട്. ഇപ്പം നാട്ടിലെ ഒരു 5 കിലോൻ്റെ അടുത്ത് വരും. ഇത് ഫുൾ ടർക്കിയാണ്. ഇതല്ലാതെ ടർക്കിയുടെ ബ്രസ്റ്റ് മാത്രമായിട്ടും കിട്ടും. അതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിലൊക്കെ ഒരു ഫുൾ ടർക്കി മേടിക്കുക നല്ലത്. ഞങ്ങളിപ്പോൾ ചെയ്ത സമയത്ത് ടർക്കി ഫുള്ളായിട്ട് ഡീഫ്രോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും നമ്മൾ വെള്ളത്തിലൊക്കെ വെക്കാൻ പോകണമല്ലോ. അപ്പോൾ അവിടെ വെച്ച് ഡീഫ്രോസ്റ്റ് ആവുന്ന പ്രതീക്ഷയിലാണ് എടുക്കുന്നത്. പറയുമ്പോൾ കമ്പനി പാക്കിംഗ് ആണ്. അവർ മെഷീൻ വെച്ചിട്ടെല്ലാം ക്ലീനൊക്കെ ചെയ്യുന്നതാണ്. ടർക്കിയുടെ അത് കുറച്ചുകൂടിയും പപ്പും പൂടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പപ്പും പൂടൊക്കെ പറക്കി കളയാം. ഇങ്ങനെ സിങ്കിൻ്റെ അടുത്ത് വെച്ച് ചെയ്യുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് അറിയാതെ വഴുതി സിങ്കിലോട്ട് വീഴാൻ സാധ്യതയുണ്ട്. പിടിക്കാനുള്ള ഒരു ഹുക്കുണ്ട്, അതിൽ പിടിച്ച് ചെയ്യാം. പിന്നെ ടർക്കിയുടെ അവിടെ ഇവിടെ ആയിട്ട് ഓരോ സാധനങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്. ആ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ എടുത്ത് കളയാം. പിന്നെ ഞങ്ങൾക്കൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടർക്കിയുടെ അകത്ത് അവരൊരു പ്ലാസ്റ്റിക് കവറിൽ അതിൻ്റെ കഴുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് കണ്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ടർക്കിയുടെ കാല് തുറന്ന് നോക്കിയിട്ട് അതിനകത്തുള്ളതും കൂടെ എടുത്ത് പുറത്തേക്ക് കളയണേ. അങ്ങനെ ടർക്കി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ടർക്കി മുക്കി വയ്ക്കാൻ പറ്റിയ പാത്രം കണ്ടുപിടിക്കണം. നമുക്ക് വേണ്ട പാത്രം എന്ന് പറയുന്നത് ഈ ടർക്കി ഫുള്ളായിട്ട് വെച്ചിട്ട് അതിനെ മേളിലേക്ക് വെള്ളം നിൽക്കണേ. ഞങ്ങളുടെ ഇപ്പോൾ ഒരു ഡബ്ബ ഉള്ളതുകൊണ്ട് ആ ഡബ്ബയിൽ ഇറക്കി വയ്ക്കാൻ പറ്റി. അതല്ലാന്നുണ്ടെങ്കിൽ വലിയ ഇഡ്ഡലി ചെമ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കയറും. ഞങ്ങളുടെ കേസിലിപ്പോൾ ടർക്കിയുടെ ക്ലീൻ ചെയ്തു. പക്ഷേ ഈ ബ്രൈൻ ഇപ്പോഴും ചൂടാറിയിട്ടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രിക്ക് തന്നെ എടുത്തു. ഫ്രിഡ്ജിൽ നിന്ന് ഐസും കാട്ടി എടുത്തിട്ട് ആ ബ്രൈനിലേക്ക് ഇടുക. എന്നിട്ട് ബ്രൈൻ ഫുള്ളായിട്ട് തണുക്കണം. റൂം ടെമ്പറേച്ചറിൽ വരണം. അല്ലാതെ ചൂടുള്ള ബ്രൈനിലേക്ക് ടർക്കി മുക്കി വയ്ക്കരുത്. അങ്ങനെ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേനും ഈ ബ്രൈൻ എടുത്തിട്ട് ടർക്കിയുടെ പാത്രത്തിലേക്ക് ഇടുക. അതല്ല തിരിച്ച് ചെറിയ ടർക്കി ആണെങ്കിൽ ടർക്കി എടുത്തിട്ട് ബ്രൈൻ വെച്ച പാത്രത്തിലേക്ക് ഇടുക. പിന്നെ ഇവിടെ ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ നാളെ ഇത് എടുത്തിട്ട് റോസ്റ്റ് ചെയ്യാൻ വെക്കുമല്ലോ. ആ റോസ്റ്റ് ചെയ്യാൻ വെക്കുന്നതോടൊപ്പം തന്നെ ഈ ബ്രൈൻ എടുത്ത് കളഞ്ഞേക്കാം. ഈ ബ്രൈൻ അവിടെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇത് പശുവിന് കൊടുക്കുന്ന കാടിവെള്ളം പോലെ തോന്നും. കാരണം ഈ ബ്രൈൻ എന്ന് പറയുന്നത് വെള്ളവും ഇതേപോലെ കുറേ ഓറഞ്ചിൻ്റെ തൊലിയും ആപ്പിളും അങ്ങനെ കാര്യങ്ങളല്ലേ. തെങ്കാശിപട്ട സിനിമയിൽ ദിലീപിൻ്റെ മേത്തേക്ക് കാടിവെള്ളം ഒഴിക്കുമല്ലോ കാവ്യമാധവൻ. ആ വെള്ളം ഒലിരിക്കും ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ. ഞങ്ങൾക്ക് ചെറിയ പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈൻ്റെ അളവ് കുറവായിരുന്നു. പിന്നെ നമ്മൾ വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ഈ ബ്രൈനിൽ മുക്കിയ ടർക്കിയുടെ പാത്രം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. പാത്രം മൂടുക. ഫ്രിഡ്ജ് അടയ്ക്കുക. ഇനി 10 മുതൽ 24 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ 10 മണിക്കൂർ വെയിറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. ഗുഡ് നൈറ്റ്. കൗസല്യാ സുപ്രജാ രാമപൂർവാ സന്ധ്യാ പ്രവർത്തത്തെ. അങ്ങനെ ഇതാണ് പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി വെച്ചേക്കണ ടർക്കിയും മുക്കി വെച്ചേക്കണ വെള്ളം. കണ്ട ഏറെക്കുറെ പശുവിന് കൊടുക്കുന്ന കാടി പോലെ ഉണ്ടല്ലോ അല്ലേ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഓവൻ സ്റ്റാർട്ട് ചെയ്യുക. ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ട് അടുത്ത പണിക്ക് കിടക്കാം. ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ടർക്കിമേ പുരട്ടാനുള്ള പേസ്റ്റ്, പിന്നെ ടർക്കിയുടെ അകത്ത് വയ്ക്കാനുള്ള സ്റ്റഫിങ്. വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റാണ് കൊടുത്തേക്കണേ. ക്യാരറ്റ്, പിന്നെ ആ ചുവന്ന ഉരുളക്കിഴങ്ങ്, പിന്നെ ഈ കാണുന്ന തണ്ട് സെലറിയുടെ തണ്ടാണ്. പിന്നെ അതെ പാഴ്സ്ലി, ഗ്രൗണ്ട് തൈം. ഞങ്ങൾ ഇന്നലെ തന്നെ കുറച്ച് ബട്ടർ എടുത്ത് പുറത്ത് വെച്ചായിരുന്നു. ബട്ടർ മൊത്തം ഉരുകിയിട്ടില്ല, പക്ഷെ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ ബട്ടർ വെച്ചിട്ടാണ് ഈ ടർക്കിയുടെ മുകളിൽ തേച്ച് പിടിപ്പിക്കാനുള്ള പേസ്റ്റ് ഉണ്ടാക്കണേ. ആദ്യം നമ്മൾ റോസ്മേരി ചേർത്തു. അത് കഴിഞ്ഞിട്ട് ഉണക്കിയ പാഴ്സലെ, അത് കഴിഞ്ഞിട്ട് ഗ്രൗണ്ട് തൈം. ഇതിൻ്റെ അളവുകൾ ചോദിക്കരുത്. അളവുകൾ ഏറെക്കുറെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇടുക. അധികം അയക്കാൻ ചിലപ്പോൾ കക്കി കിട്ടോ. ഞങ്ങൾ ഉണ്ടാക്കി വന്നപ്പോഴത്തേനും ചെറുതായിട്ട് നമ്മുടെ നാട്ടിലെ കഷായക്കൂട്ടിൻ്റെ ഒരു മണക്ക് വന്നായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് വലിയ കുഴപ്പമില്ല ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഞങ്ങളിപ്പോൾ 2 നാരങ്ങ ഒഴിച്ചത്. നാരങ്ങയുടെ നീരൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ കുരു അതിൽ വീഴരുത് കേട്ടോ. ബെറ്റർ ഈ നാരങ്ങയുടെ ജ്യൂസ് വാങ്ങിക്കാൻ കിട്ടും കോൺസെൻട്രേറ്റഡ്, അത് ഉപയോഗിക്കണം നല്ലത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചതച്ച വെളുത്തുള്ളി ഇതിലിട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 1 സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി പഴയതാണ്, അതിൽ വലിയ എഫക്റ്റ് ഒന്നും ഇല്ലാണെങ്കിൽ കുറച്ച് കൂടുതൽ വേണ്ടി വരും. എന്നിട്ട് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്യണ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല, ഞാനായിരുന്നു മിക്സ് ചെയ്ത് തരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടർക്കി വെക്കുന്ന പാത്രം ഉണ്ടല്ലോ, ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത് അലുമിനിയം ഫോയിലാണ്, നല്ല വലുപ്പം വേണേ. അതിനകത്ത് നമ്മൾ ഈ ബട്ടർ തേച്ച് പിടിപ്പിക്കുക എല്ലാ സൈഡിലും. അല്ലാന്നുണ്ടെങ്കിൽ അത് ഒട്ടി പിടിച്ച് കരിയും. പാത്രം റെഡി ആയി നൽകി നമുക്ക് ടർക്കിനെ ഈ ബ്രൈനിൽ നിന്ന് എടുക്കാം. നമ്മൾ ഇന്നലെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഹുക്ക് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഹുക്കുമ്പോൾ പിടിച്ചെടുക്കാൻ പറ്റി. അത് എടുത്തിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് പേപ്പർ ടവലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് അതിൻ്റെ മേത്തുള്ള മൊത്തം വെള്ളം ഒപ്പിക്കളയുക. ടർക്കിയിലെ വെള്ളം ഇങ്ങനെ തുടച്ച് കളയുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പേസ്റ്റ് പിടിക്കില്ല. അപ്പോൾ നമുക്ക് പേസ്റ്റ് വയ്ക്കാം.
പേസ്റ്റ് നമ്മൾ ആദ്യം ഈ സ്കിന്നിന്റെ അടിയിൽ തേക്കുന്നുണ്ട്. സ്കിന്നിന്റെ അടിയിൽ തേക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫോർക്ക് ഉപയോഗിക്കരുത്. ഫോർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടയായി പോകും. സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ സ്കിന്നും ഇറച്ചും കൂടി വിടിയിക്കുക. അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടുമല്ലോ. ആ ഗ്യാപ്പിലേക്ക് പേസ്റ്റ് തള്ളി വെച്ചിട്ട് ഒന്ന് ഒഴിഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ എല്ലായിടത്തേക്കും പേസ്റ്റ് ഈക്വലായിട്ട് വന്നോളും. ഈ ബട്ടറിന്റെ ചൂടിനനുസരിച്ചിട്ടാണ് അത് തേക്കാൻ എളുപ്പമാവോ അല്ലാണ്ടിരിക്കുകയോ ചെയ്യാട്ടോ. അതായത് നന്നായിട്ട് ചൂടായി ബട്ടർ ഉരുകിയേക്കാണെങ്കിൽ തേച്ച് പിടിപ്പിക്കാൻ പറ്റില്ല. കാരണം അതിങ്ങനെ വെള്ളം പോലെ ഒലിച്ചു പോകും. അതല്ല ബട്ടർ നന്നായിട്ട് കട്ടിയാക്കുകയാണെങ്കിലും ഇതുപോലെ തേച്ച് പിടിപ്പിക്കാൻ പറ്റില്ല. ബട്ടറിന് ഒരു പ്രത്യേക കൊഴുപ്പ് രൂപത്തിൽ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് എളുപ്പം തേച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തൊലിയുടെ ഉള്ളിൽ തേച്ച് പിടിച്ച് കഴിയുമ്പോഴത്തേനും തൊലിയുടെ പുറത്തും തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് മറച്ചിടുക. അവിടെയും ഈ പേസ്റ്റ് തേച്ച് പിടിപ്പിക്കുക. ആ റൈറ്റ് സൈഡിലെ പ്ലേറ്റിലിരിക്കുന്നതാണ് സ്റ്റഫിങ്. ഇതാണ് നമ്മൾ ടർക്കിയുടെ ഉള്ളിലോട്ട് തിരുകാൻ പോകുന്നത്. അതിനകത്ത് ക്യാരറ്റ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റോസ്മേരി ഉണ്ട്, പിന്നെ സെലറിയുടെ തണ്ടുകളും ഉണ്ട്. ഇതാണ് പാപ്രിക്ക പൗഡർ. ഒരു ചുവന്ന കളറുള്ള സാധനമാണിത്. മിളകല്ല കേട്ടോ. ഇത് നമ്മൾ മേളിൽ വന്ന് വിതറി കൊടുക്കും. കാരണം നമ്മൾ റോസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേനും ഒരു ചുവന്ന കളർ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഇതാണ് ടർക്കിയുടെ അവസ്ഥ. ഇത് കുറച്ച് കട്ടിയായി പോയി. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഈ ബട്ടർ പിടിച്ചിരിക്കാതെ. ഇനി നമ്മൾ ടർക്കിയുടെ ഉള്ളിലോട്ടുള്ള സ്റ്റഫിങ് ഒക്കെയാണ്. റോസ്മേരി വെച്ചു, പിന്നെ ഇത് ക്യാരറ്റും ഓറഞ്ചും സാലറിയൊക്കെ ചുമ്മാ അങ്ങ് ഇട്ടാൽ മതി. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഓർഡറൊന്നുമില്ല. ഞങ്ങൾ വെച്ചപ്പോൾ എന്തായാലും അത് നിറച്ച് വെച്ചു കേട്ടോ. ടർക്കിയുടെ അകത്ത് മൊത്തം സ്റ്റഫിങ് ആയിരുന്നു. അങ്ങനെ സ്റ്റഫ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ടർക്കി ഇതുപോലെ ഇരിക്കും. ഇവിടെ വെച്ച് പണി കഴിഞ്ഞിട്ടില്ല. ടർക്കി വെച്ചേക്കുന്ന പാത്രത്തിന് ചുറ്റും ഈ ചുവന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് വട്ടത്തിലെരിഞ്ഞിട്ട് സൈഡിൽ നിന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ടർക്കിയുടെ പാത്രം അലുമിനിയം വെച്ചിട്ട് തന്നെ മൂടണം. ഞങ്ങളുടെ അടുത്ത് അലുമിനിയത്തിൻ്റെ ഫോയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അലുമിനിയം ട്രൈ വെച്ച് മൂടാൻ നോക്കുകയാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലുമിനിയം ടർക്കിയുടെ മുകളിൽ മുട്ടിക്കഴിഞ്ഞാൽ ആ മുട്ടി ഭാഗം കരിയും. തൽക്കാലം ഞങ്ങൾ അലുമിനിയം ട്രൈ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ട് പോയി മേടിക്കണം അലുമിനിയം ഫോയിൽ. നമ്മൾ ഈ ടർക്കി വെക്കുന്നേക്കാളും മുന്നേ നേരത്തെ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചായിരുന്നല്ലോ 375 ഡിഗ്രിയിലേക്ക്. ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ വെക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞിട്ട് ഇനി സമയം നോക്കണ്ടേ. ഇവർ പറയുന്നത് 1 LB ടർക്കിക്ക് 20 മിനിറ്റാണ് പറയണേ. അതായത് 3 LB ടർക്കി ഉണ്ടെങ്കിൽ 1 മണിക്കൂർ വെക്കണം. നമ്മുടെ 12 LB ആണ്. അതുകൊണ്ട് 4 മണിക്കൂർ വെക്കണം. 4 മണിക്കൂർ ഒറ്റയടിക്ക് വെക്കണ്ട. 4 മണിക്കൂറിന്റെ പകുതി 2 മണിക്കൂറിലേക്കാണ് നമ്മളിപ്പോൾ വെച്ചേക്കണേ. ഇപ്പോൾ സമയം 9:20. ഇപ്പോൾ അത് 11:20 11:20 തുറന്നു നോക്കിയപ്പോൾ ഇതാണ് ടർക്കിയുടെ അവസ്ഥ. ഇതിനകത്ത് കുറച്ച് ചാറുണ്ടാവും കേട്ടോ. ആ ചാറ് മേളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ ടർക്കിയുടെ മേൽഭാഗം കണ്ട അത് കുറച്ച് കരിഞ്ഞു. അത് ഈ അലുമിനിയം തട്ടിയിരുന്നിട്ടാണ്. ഈ ഗ്യാപ്പിൽ നമ്മൾ അലുമിനിയം ഫോയിൽ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ഈ അടുത്ത 2 മണിക്കൂർ കുക്ക് ചെയ്യാൻ പോണേ. 11:30 മുതൽ 1:30 വരെ കുക്കായി. ഇതാണ് ടർക്കിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. സംഗതി നമ്മൾ വിചാരിച്ച പോലെയല്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല കളറും അതേപോലെ ആ മണവും അതൊക്കെ നമുക്ക് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അമ്മാതിരി ടർക്കി ആയിരുന്നു. അതേപോലെ അതിൻ്റെ സൈഡിലുള്ള ജ്യൂസൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും വായിൽ വെള്ളം വരും. കഴിച്ചവരും ഇത് തന്നെയാണ് പറഞ്ഞത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.